സാന്ത്വനത്തിലെ ജയന്തിയായി പ്രേക്ഷകരുടെ മനസ്സിൽ കൂടിയേറിയ ആളാണ് അപ്സര. താരത്തിന്റെ ബിഗ് ബോസ് പ്രവേശനം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. 16 വയസ്സ് മുതൽ അഭിനയിക്കണമെന്നുള്ള അപ്സരയുടെ ഇതുവരെ ആക്ടിംഗ് കരിയറിലെ കുറിച്ചുമുണ്ടായ തിരിച്ചറിവുകളും മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അപ്സര കഴിഞ്ഞ ദിവസം പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു. മെന്റൽ ഹെൽത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹങ്ങളും അതിനായി സ്ട്രഗിളും ചെയ്ത ഒരാളാണ് ഞാൻ. ഈ 29 വയസ്സിനിടെ നല്ലത് വേണ്ടിയോ മോശത്തിന് വേണ്ടിയോ ഞാൻ പോയിട്ടുള്ള വഴികൾ അതിഭയങ്കരമായിരുന്നു. കറക്റ്റ് ഫോക്കസ് അല്ല നമ്മളെങ്കിൽ മെന്റൽ ഹെൽത്ത്, ശാരീരിക ആരോഗ്യം, പണം എല്ലാം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയൊക്കെയോ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകണമെന്ന സാഹചര്യത്തിലായിരിക്കും. സ്റ്റേജ് അവാർഡും നിരവധി ആദരങ്ങളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്തെന്ന് ചോദിച്ചാൽ ഷെൽഫിൽ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എന്നത് മാത്രം. ഇത്രയും പുരസ്കാരങ്ങൾ ലഭിക്കാത്ത ആളുകൾ പക്ഷേ ഉയരങ്ങളിൽ എത്തിയിട്ടുമുണ്ട്. ഞാൻ എന്തെങ്കിലും ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. 31 സീരിയലിൽ ചെയ്തിട്ടുണ്ട്. 12ഓളം അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബഡായി ബംഗ്ലാവ്, ബിഗ് ബോസ് അടക്കം നിരവധി ഷോകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കഴിവുമില്ലാത്ത ഒരാൾക്ക് ഇത്രയും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് കരുതി ഞാൻ ആഗ്രഹിച്ചത് എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും എൻ്റെ ഉത്തരം. ലൈഫിൽ പ്രൊഫഷണലും ഫോക്കസ് ആയിരിക്കണമെന്ന് പുതുതായി ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നവരോട് ഞാൻ പറയാറുണ്ട്. അതുപോലെ ഒരാൾക്ക് വേണ്ടിയും സമയവും ജീവിതവും സ്നേഹവും ഒന്നും പൂർണ്ണമായി ഇൻവെസ്റ്റ് ചെയ്യരുത്. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമുക്ക് തന്നെ കൊടുക്കണം. പീപ്പിൾ പ്ലീസിങ് സ്വഭാവം എനിക്ക് എപ്പോഴും ഉണ്ടെന്ന് അപ്സര പറഞ്ഞ് വ്യക്തമാക്കി. എൻ്റെ ലൈഫ് ചെയ്തിട്ട് 16 മുതൽ 19 വയസ്സ് വരെ പ്രയാസത്തിലായിരുന്നു. 16 വയസ്സിലാണ് സീരിയൽ വന്നത്. വരുന്ന ക്യാരക്ടറുകളെല്ലാം വാരി വലിച്ച് ചെയ്യുമായിരുന്നു. സെൽഫ് പ്രൊമോഷനും ചെയ്തിട്ടില്ല. 19 വയസ്സ് 20 വയസ്സാകുമ്പോഴേക്കും ആദ്യം വിവാഹം നടന്നു. ലൈഫിൽ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഇഷ്ടങ്ങളുണ്ടെങ്കിലും ആ പ്രായത്തിൽ ആരും പറഞ്ഞു തന്നൊന്നുമില്ല. ജീവിതത്തിൽ ഒരു അടിസ്ഥാനം ഉണ്ടായ ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാവൂ. ലൈഫ് പാർട്ട്ണറിനെ പിന്നെയും ഉണ്ടാകും. അതല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാന കാര്യം. പണം സേവ് ചെയ്യാനും പഠിക്കണം. താരം പറഞ്ഞു. സ്നേഹം നൽകിയതിന്റെ പേരിൽ തനിക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചും അപ്സര മനസ്സ് തുറന്ന് സംസാരിച്ചു. സ്നേഹവും ഇഷ്ടപ്പെടുന്ന, സ്നേഹത്തിന് വാല്യൂ കൊടുക്കുന്ന, സ്നേഹത്തിൽ അഡിക്റ്റായി പോകുന്നയാളാണ് ഞാൻ. അത് പ്രണയം തന്നെ വേണമെന്നില്ല. സൗഹൃദമാണെങ്കിലും കെയറിംഗ് ആണെങ്കിലും എല്ലാം, പ്രണയമാണെങ്കിലും അതിനും ഞാൻ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മരിച്ച് അതിനുവേണ്ടി നിലനിൽക്കുകയും ചെയ്യും. സ്നേഹം കൊടുത്ത് നഷ്ടങ്ങൾ വാങ്ങിയ ആളുമാണ് ഞാൻ. ചെറുപ്പം മുതലേ സ്നേഹം കിട്ടാതെ വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ അതും എനിക്കറിയാം. ഇതുകൊണ്ട് തന്നെ ആരെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് പെരുമാറിയെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരായി മാറും എൻ്റെ ലോകം. പക്ഷെ അവർക്ക് വേണ്ടി നമ്മളെപ്പോലെ വേറെയും 10 ആളുകൾ ഉണ്ടാകും. അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാകണമെന്നേ ഞാൻ മനസ്സിലാക്കില്ല എന്നും അപ്സര തുറന്നു പറയുകയായിരുന്നു. നിങ്ങൾക്ക് അപ്സര ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.